ഈ കഥ സെഡ്ബഡ് ഗ്രാമത്തിന്റെ കഥയാണ്. അവിടെ എല്ലാം തന്നെ പെട്ടെന്ന് നടക്കും. അതായത് എല്ലാ ജോലിയും പെട്ടെന്ന് തന്നെ നടക്കും. എടുത്തു പറയണമെങ്കിൽ ഈ ഗ്രാമത്തിലെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും കല്യാണ വയസ്സ് വന്നതും തന്നെ പെണ്ണിന്റെയും ആണിന്റെയും നിശ്ചയം കഴിയും. അപ്പോൾ തന്നെ അവർ രണ്ടുപേരുടെയും കല്യാണം തീരുമാനമാകും. ഈ ഗ്രാമത്തിലെ ഈ രീതി ഒരു പ്രേതത്തിന് വല്ലാതെ ഇഷ്ടമായി. അത് ആ ഗ്രാമത്തിൽ ഒരു മാട്രിമോണി ആരംഭിച്ചു. ഷാദി.com അതാണ് അതിന്റെ പേര്. പ്രേതങ്ങളുടെ ഷാദി.com. നിങ്ങൾ എല്ലാവർക്കും എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? മൈൻഡ് ബ്ലോയിങ്. നിന്റെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. കല്യാണം എന്നുള്ളത് മനുഷ്യർക്ക് മാത്രമല്ല ഉള്ളത്. അതെ, പ്രേതങ്ങൾക്കും ആത്മാക്കൾക്കും കല്യാണത്തിന്റെ കാര്യം ആവശ്യമാണ്. എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തത്. നമ്മൾ പ്രേതങ്ങളുടെ ജീവിതം 2000 വർഷം വരെ കാണും. ഇത്രയും കാലം ജീവിക്കാൻ നമുക്കും ഒരു തുണ ആവശ്യമല്ലേ? ശരിയല്ലേ? നമ്മൾ എങ്ങനെയാ തനിയെ രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? ആണിനും പെണ്ണിനും കല്യാണം ഒന്ന് കേട്ടിട്ടുണ്ട്, പ്രേതങ്ങളുടെ ജോഡിന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. വിഷമിക്കണ്ട, ഇനി പ്രേതങ്ങൾക്കും ജോഡി കിട്ടും. പക്ഷേ പ്രേതങ്ങൾ നമ്മളെ ആര് കല്യാണം കഴിക്കും? അതെ, നമുക്കൊക്കെ ആര് പെണ്ണ് തരാനാ? ആ ജോലി എന്റെ കയ്യിൽ ഏൽപ്പിക്കൂ. സുന്ദരനായ ഒരു നല്ല വരൻ വേണം. സുന്ദരിയായ ഒരു വധുവിനെയും വേണം. ജാതിയും മതവും ഒന്നും തന്നെ ഒരു പ്രശ്നമില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. പ്രേതംസാദി.com. ഇതൊക്കെ എന്താണ് ചേട്ടാ അങ്ങനെ? ഇന്ന് ഏപ്രിൽ ഫൂൾ ആയതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പറ്റിക്കാൻ നോക്കുന്നതായിരിക്കടോ. ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല. ആരാണ് ഈ കുരുത്തക്കേട് ചെയ്തതെന്ന് അറിയില്ലല്ലോ. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഈ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാരോ കുരുത്തക്കേട് ചെയ്തു വെച്ചിരിക്കുന്ന. നിങ്ങളെല്ലാവരും അറിഞ്ഞായിരുന്നോ? എന്തു പറ്റി ചേട്ടാ? ചുട്ടൻമിയാട് ചെറുക്കനെ കാണാതായി. എന്ത് ചുട്ടൻമിയുടെ പയ്യനാ? അവന്റെ കല്യാണം അടുത്ത ആഴ്ച ഉറപ്പിച്ചു വെച്ചേക്കാണല്ലോ. അതെ, ഞാൻ അവനെ കുറിച്ച് തന്നെ പറഞ്ഞത്. അവൻ എവിടെ പോയെന്ന് അറിയില്ല. ഇതെങ്ങനെയാ സംഭവിച്ചത്? 2 പെൺപ്രേതങ്ങൾ, 2 ആൺപ്രേതങ്ങൾ, 4 പേരും ചേർന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ചുട്ടൻബിയയുടെ മകൻ, ഞങ്ങൾ അവനെ തടവിലാക്കി കഴിഞ്ഞു. ആദ്യം ആ ചുട്ടൻബിയയുടെ മകന്റെ കല്യാണം ഏത് പ്രേതത്തിനോടൊപ്പമാണ് നടത്തിയതെന്ന് പറ. ആ പൊട്ടി തന്നെ. അവൾ പോയ മാസമാണ് സൂസൈഡ് ചെയ്ത് മരിച്ചത്. അത് കലക്കി. പ്രേതത്തിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുക. എന്റെ ഭാഗ്യം എപ്പോഴാണോ വീഴുക. എനിക്കും ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ പറ, ഞങ്ങൾ അതിനെ തട്ടിത്തരാം. എന്റെ അറിവിലുള്ള ഒരു പെണ്ണുങ്ങളും ഇല്ല. നിനക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിളിച്ച് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. ചേച്ചി മറക്കല്ലേ, എന്നെയും ഒന്ന് ശ്രദ്ധിക്കണേ. അതെന്തെന്നാൽ എനിക്ക് സൽമാൻ ഖാനെയാണ് ഇഷ്ടം. നീ നിന്റെ നിലയ്ക്കുള്ള കനവ് വേണം കാണാൻ. എന്തെന്നാൽ നമ്മളൊക്കെ പ്രേതങ്ങളാണ്. അത് മറന്നു കളയല്ലേ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ. എന്ത് ചെയ്യുമെന്ന് പറയില്ല, ചെയ്തു കാണിക്കും. ആ ഗ്രാമത്തിൽ നിന്നും ദിവസവും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണാനില്ല എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നു ആ പ്രേതത്തിന്റെ ഷാദി.com ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. ഇപ്പോൾ പ്രേതങ്ങളുടെ കല്യാണങ്ങൾ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. ഇത് സെഡ്ബഡ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വല്ലാതെ വിഷമമുണ്ടാക്കി. എല്ലാരും അവരവരുടെ കുട്ടികളെ തേടി ഇവിടെയും അവിടെയും അലഞ്ഞു തിരിഞ്ഞു. വിഷയം പോലീസ് സ്റ്റേഷനിൽ എത്തി. എന്നിട്ട് പോലീസും ഇതിനെക്കുറിച്ച് വിചാരണ ചെയ്യാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള മുസ്ലിം ബായിനെ കാണാനെത്തി. അദ്ദേഹത്തോട് തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാരും മുസ്ലിം ബായിന്റെ വീട്ടിലെത്തി. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. പ്രേതംസാദി.com ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ പ്രശ്നമാണിത്. അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മൗലവി. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. കാരണം കണ്ണാടി പോലെ തെളിഞ്ഞു നിൽക്കുക.
നിങ്ങളുടെ ഗ്രാമത്തില് പ്രേതങ്ങളുടെ നിഴലുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എങ്ങനെയാ കാണാതാകുന്നത്? ആ പ്രേതങ്ങള് ഷാദി.com എന്നുള്ള കട തുറന്നില്ലേ, അവരാണ് നിങ്ങളുടെ ഗ്രാമത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അടിച്ചുകൊണ്ട് പോണത്. എന്നിട്ട് പ്രേതങ്ങളുമായിട്ടുള്ള കല്യാണം നടത്തും അവര്. എന്താ മൗലവി അങ്ങ് പറയുന്നതല്ല നേരാണോ? എന്റെ പയ്യനെ കാണണില്ല. അപ്പൊ എന്റെ മരുമകള് പ്രേതമാണെന്നാണ് അങ്ങ് പറയുന്നത്. എന്റെ മോളെയും കാണാതായി. അയ്യോ ദൈവമേ, അപ്പൊ എന്റെ മരുമകന് ഒരു പ്രേതമാണോ? എന്റെ പൊന്നു മൗലവി, ഇത് പ്രേതത്തിന്റെ പണിയാണെങ്കിൽ ഇത് തടയാനായിട്ട് ആർക്കും കഴിയില്ലെന്നാണോ പറയണേ? എങ്ങനെ ഞങ്ങളുടെ കുട്ടികളെ തിരിച്ചു കിട്ടുന്നതെന്ന് പറ. അതിന് നിങ്ങളുടെ ഗ്രാമത്തിൽ പ്രേതത്തിന് ഓടിക്കാനുള്ള പണി ചെയ്യണം. ഞാൻ നിങ്ങൾക്കൊരു ഏലസ് ഉണ്ടാക്കി തരാം. അത് ഗ്രാമത്തിലുള്ള മരത്തിലെല്ലാം കെട്ടിവെക്കണം, വെള്ളത്തിലിട്ട് വെക്കണം, അതുപോലെ ഭൂമിയിൽ കുഴിച്ചും വെക്കണം. അപ്പൊ എന്തുണ്ടാവുന്നാണ്? പ്രേതങ്ങളുടെ ശല്യം അതോടെ ഇല്ലാണ്ടാവും. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് നിൽക്കും. അപ്പൊ നമ്മൾ ആ പ്രേതങ്ങളോട് നിങ്ങളുടെ കുട്ടികളെ തിരിച്ചു തരാൻ പറയും. മൗലവി, ഇത് നടക്കുന്ന കാര്യമല്ലോ ആണോ? അതെല്ലാം നടക്കും. മുസ്ലിം ബായ് സെഡ്ബഡ് ഗ്രാമത്തിലേക്ക് വന്ന് ഒരു മരത്തിനടിയിലിരുന്നു. എന്നിട്ടൊരു തായത്ത് ചെയ്ത് അവിടെയുള്ള ജനങ്ങൾക്ക് നൽകി. ഗ്രാമത്തിലെ ജനങ്ങൾ ആ തായത്ത് കൊണ്ടു ചെന്ന് അവിടെയുള്ള മരങ്ങളിൽ കെട്ടിയിട്ടു. എന്നിട്ട് വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു. മാത്രമല്ല ഭൂമിയുടെ അടിയിലും പുതച്ചു വെച്ചു. ആ തായത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. ആ പ്രേതത്തിന്റെ തന്ത്രങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിച്ചില്ല. ആ പ്രേതം എങ്ങനെയെങ്കിലും ആ മുസ്ലിം ബായിനെ അവിടെ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനെ കൊണ്ട് വിജയിക്കാൻ പറ്റിയില്ല. അവസാനം അത് വേറെ വഴിയില്ലാതെ മുസ്ലിം ബായിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിം ബായ്, നീ എന്നെ തടവ് ചെയ്തിരിക്കുന്നു. ഞാൻ നിന്റെ തായത്തിന്റെ ശക്തി കൊണ്ട് കുടുങ്ങി ഇവിടെ വന്നിരിക്കുന്നു. നിനക്കും എനിക്കും വിരോധം ഒന്നും തന്നെ ഇല്ല. നിനക്ക് ഈ ഗ്രാമത്തിലെ ആൾക്കാരോട് എന്താ വിരോധം? അവരുടെ പിള്ളേരെയൊക്കെ എന്തിനാ പിടിച്ചോണ്ട് പോയത്? ഞാൻ ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളെ തടവ് ചെയ്തു, പക്ഷേ കൊന്നില്ലല്ലോ. എന്തിനാ പിടിച്ചോണ്ട് പോയത്? കല്യാണം കഴിക്കാൻ വേണ്ടി. അതിനു വേണ്ടിയാണോ പ്രേതം.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്തത്? മുസ്ലിം ബായ്, ഞങ്ങളെ പോലെയുള്ള പ്രേതങ്ങളെ ആരാണ് കല്യാണം കഴിക്കുക? പ്രേതങ്ങൾക്ക് കല്യാണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് നിങ്ങളുടെ വിചാരമാണ് മുസ്ലിം ബായ്. പ്രേതമേ, നമ്മളെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിന്റെ മൊത്തം ഞാൻ ഈ ഭൂമിയിൽ കുഴിച്ചു മൂടും. നിങ്ങൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയ ആൺപിള്ളേരും പെൺപിള്ളേരും നിങ്ങൾ തിരിച്ചു വിടണം. ഒരു പക്ഷേ നീ പറഞ്ഞത് ഞാൻ കേട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അതിപ്പോ നമ്മൾ കാണിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് മുസ്ലിം ബായ് ചെമ്പിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് പ്രേതത്തിന്റെ പുറത്തേക്ക് തെളിച്ചു. പ്രേതത്തിന്റെ ശരീരത്തിൽ തീ ആളി കത്താൻ തുടങ്ങി. എന്നിട്ടത് നിലവിളിച്ചു, വേണ്ട, എന്നെ കത്തിക്കല്ലേ, എന്നെ കത്തിക്കല്ലേ, എന്നെ കത്തിക്കല്ലേ. മുസ്ലിം ബായ് വീണ്ടും അതിന്റെ പുറത്ത് വെള്ളം തെളിച്ചു. അത് വീണ്ടും ആളി കത്താൻ തുടങ്ങി. പറയേ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യോ അതോ നിന്റെ ഇഷ്ടം പോലെ നീ പ്രവർത്തിക്കോ? നീ പറയുന്നത് ഞാൻ കേൾക്കാം. ആദ്യം നീ അടയ്ക്ക്. വാക്ക് മാറൂലെന്ന് നമുക്ക് സത്യം ചെയ്തു തന്നെ. ഞാൻ നിനക്ക് സത്യം ചെയ്തു തരാം. ഈ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുപോയ എല്ലാ പിള്ളേരും നീ തിരിച്ചു കൊണ്ടാക്കണം. പറ്റില്ല. ആദ്യം നീ കാണിക്കുന്ന ഈ മന്ത്രവാദം നിർത്ത്. അത് നിർത്താനൊന്നും പറ്റൂല. അനുസരിച്ചില്ലെങ്കിൽ നിന്നെ നമ്മൾ കുപ്പിയിലിറക്കും. വേണ്ട, വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്നെ കൊണ്ട് തടവിലിരിക്കാൻ പറ്റില്ല. ആ പിള്ളേരെ തിരിച്ചുവിട്. അവിടെ നോക്കൂ. പ്രേതം തന്റെ ജീവൻ പോകുമെന്ന് പേടിച്ച് മുസ്ലിം ബായ് പറഞ്ഞത് കേട്ട് ഗ്രാമത്തിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിട്ടയച്ചു. ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ കുട്ടികളെ കണ്ടതും വളരെയധികം സന്തോഷത്തിലായി. പ്രേതം മുസ്ലിം ബായിനോട് താൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചു. മുസ്ലിം ബായ്, നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചിരിക്കുന്നു. എന്നെ വിട്ടേക്കൂ. ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. നിന്നെ വിടാം, പക്ഷെ ഒരു നിബന്ധനയോട് കൂടിയേ വിടുള്ളൂ ഞമ്മള്. എന്താണ് ആ നിബന്ധന? പറയൂ. ഇനി ഒരു കാലത്ത് നീ ഈ ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല. അതുമല്ല വേറെ ഒരു ഗ്രാമത്തിലും പ്രേതം ഷാദി.com ആരംഭിക്കാൻ പാടില്ല. മുസ്ലിം ബായ്, നിങ്ങൾ എന്തു പറയുന്നോ ഞാൻ അതുപോലെ തന്നെ കേൾക്കാം. ദയവായി എന്നെ വിട്ടേക്കൂ. പൊക്കോ, നിന്നെ നമ്മൾ വിട്ടേക്കാം. മൗലവിക്ക് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചു.
അങ്ങയുടെ ഈ സഹായം ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഒരിക്കലും മറക്കൂലട്ടാ. ഇപ്പൊ മുതൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് കല്യാണം നടത്തി വെക്കാം. നന്ദിയുണ്ട് മൗലവി, നന്ദിയുണ്ട്. നന്ദിയുണ്ട് മൗലവിയെ, ഒരുപാട് നന്ദിയുണ്ട്. മുസ്ലിം ഭായിന് വളരെ സന്തോഷമായി.